ഹലോ ഫ്രണ്ട്സ്, ഡിജിറ്റൽ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് എങ്ങനെ നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഒരു ഫോട്ടോസിനെ, അതൊരു സ്കെച്ച് ഫോട്ടോ ആണെങ്കിലും അതിനെ ഒറിജിനലിലേക്ക് മാറ്റാം, എങ്ങനെ ഫോട്ടോസിന്റെ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യാം, അതും ഫ്രീ ആയി. കൂടാതെ ഈ ചാനലിൽ ഓൺലൈൻ ജോബ്, AI ഫ്രീ ടൂളുകൾ, അതുപോലെ ഗൾഫ് ജോബുകൾ എല്ലാം വീഡിയോസുകളും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ AI ഡ്രോയിങ് ടു ഇമേജ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും, ഇവിടെ ഒരു സ്കെച്ച് ഫോട്ടോസ് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഈ സ്കെച്ച് ഫോട്ടോസിനെ വളരെ മനോഹരമായിട്ട് അതിൻ്റെ ഒറിജിനൽ റിയലിസ്റ്റിക് ഫോട്ടോമായി ലൈഫ് ഒറിജിനൽ ഫോട്ടോസുമായിട്ട് അത് ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിൽ നമുക്ക് ഇത്തരം ടൂളുകൾ ഉപയോഗിച്ചുകൊണ്ട് ഫ്രീ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഫോട്ടോസിനെ നമുക്ക് ഒറിജിനൽ റിയലിസ്റ്റിക്കിലേക്ക് മാറ്റിയെടുക്കാം. ഏത് വിധത്തിലേക്കും നിങ്ങൾക്ക് ഇതിനെ മാറ്റിയെടുക്കാം. ഇനിയൊരു ഒറിജിനൽ ഒരു ഫോട്ടോസ് ഉണ്ടെങ്കിൽ അതിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സ്കെച്ചിലേക്ക് മാറ്റിയെടുക്കാം, ഈ പറഞ്ഞ ആർട്ടിലേക്ക് മാറ്റിയെടുക്കാം. ഈ പറഞ്ഞ ഒരുവിധം ടൂളുകളൊക്കെ വാട്ടർ കളറിലേക്ക്, ഓയിൽ പെയിൻറ്റിങ്ങിലേക്ക്, ഗിബ്ലി സ്റ്റൈലിലേക്കൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു വെബ്സൈറ്റിലൂടെ മാറ്റിയെടുക്കാവുന്നതാണ്. അടിപൊളി ഒരു വെബ്സൈറ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിലേക്ക് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ, ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ടെലിഗ്രാം ലിങ്കിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരെ ഡീപ്പ് ഇമേജ് എന്ന് പറയുന്ന ഒരു ലിങ്ക് കിട്ടും. ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരെ ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്ക് നിങ്ങൾക്ക് എത്താവുന്നതാണ് ഗൈസ്. അപ്പോൾ എൻ്റെ കയ്യിലുള്ള ഒരു സ്കെച്ച് ഫോട്ടോസിനെ എങ്ങനെയാണ് ഒറിജിനലിലേക്ക് മാറ്റിയെടുക്കാം എന്നാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. അതിനായിട്ട് നമ്മളിത് സൈൻ ഇൻ ചെയ്തതിന് ശേഷം താഴോട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്തിട്ട് ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഓപ്ഷൻ ഉണ്ട്. ഇതിൽ നമുക്ക് റിയലിസ്റ്റിക് എന്ന് തന്നെ കിടക്കണം. റിയലിസ്റ്റിക് തന്നെ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കാം. അതിനുശേഷം ഇവിടെ അപ്ലോഡ് ഫോട്ടോസ് എന്ന് കാണാൻ കഴിയും. അതിൽ ഞാൻ എന്ത് ചെയ്യാണ്, എൻ്റെ കയ്യിലുള്ള ഒരു സ്കെച്ച് ഫോട്ടോസിനെ ഞാൻ അതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾ സ്വന്തമായിട്ട് വരച്ച ഫോട്ടോസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാട്ടോ. സ്വന്തമായിട്ട് ഐഡിയകൾ ഉണ്ടെങ്കിൽ അത്തരം ഫോട്ടോസുകളൊക്കെ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ അവിടെ ഒരു ഫോട്ടോസ് അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ റിസൾട്ട് നമുക്ക് എന്താണെന്ന് നോക്കാം. ഇവിടെ ഒരു കുട്ടി ഒരു മരത്തിൻ്റെ അടിയിൽ നിന്നിരുന്ന പുസ്തകം വായിക്കണ ഒരു സ്കെച്ചാണ്. തൊട്ടടുത്ത് ഒരു ഡോഗ് ഉണ്ട്, തൊട്ടപ്പുറത്ത് ഒരു റിവറാണ്. വളരെ മനോഹരമായൊരു സ്കെച്ച് ഫോട്ടോസാണ്. ഇതിനെ നമുക്ക് ഒറിജിനലിലേക്ക് മാറ്റണം. അതിനായിട്ട് നമ്മൾ താഴത്തോട്ട് സ്ക്രോൾ ചെയ്തിട്ട് ഇവിടെ അടിയിൽ ജനറേറ്റ് എന്ന് പറയുന്ന ഈ ഒരു ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ വളരെ മനോഹരമായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. ആ ഒരു ചിത്രം അനലൈസ് ചെയ്ത്, നമ്മുടെ ആ ഒരു ചിത്രത്തെ അനലൈസ് ചെയ്ത് ഏതാനും മിനിറ്റുകൾക്കകം ഇവിടെ അനലൈസ് ചെയ്യുകയാണ് ഗൈസ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും, ഏതാനും മിനിറ്റുകൾക്കകം എന്താവും, നമ്മുടെ ആ ഒരു ഗൈസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. നമ്മുടെ ഫോട്ടോസ് വളരെ മനോഹരമായിട്ട് തന്നെ നമ്മുടെ ഫോട്ടോസിനെ ഒറിജിനലിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതിൽ വാട്ടർമാർക്ക് ഉണ്ട് കേട്ടോ, വാട്ടർമാർക്ക് ഉണ്ട്. ആ വാട്ടർമാർക്ക് നിങ്ങൾക്ക് ഇവിടെ റിമൂവ് വാട്ടർമാർക്ക് എന്ന് ഇത് അപ്ഗ്രേഡ് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിലെ വാട്ടർമാർക്ക് നമുക്ക് ഒഴിവാക്കാം. അതുപോലെ ഫോട്ടോ അപ്സ്കെയിൽ ചെയ്യാലോ, ഫോട്ടോസ് അപ്സ്കെയിൽ, ഒറിജിനൽ എല്ലാ കാര്യങ്ങളും ഇതിലുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ അവതാറിനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും കാര്യങ്ങളുണ്ട്. അതുപോലെ ആഡ്, നമ്മുടെ റിമൂവ് ബാക്ക്ഗ്രൗണ്ട്, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും സാധനം ഫോട്ടോസിൽ ആഡ് ചെയ്യണമെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ ഫേസ് സിപ്പ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഒരുപാട് ഓപ്ഷനുകളുണ്ട്. ബിസിനസ് ഫോട്ടോ ആയിട്ട് നമുക്കിതിൽ മാറ്റിയെടുക്കാം. ഒരുപാട് ഓപ്ഷനും കാര്യങ്ങളുണ്ട്. നമുക്ക് എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റിനെ നമുക്ക് നമ്മുടെ ഫോട്ടോസിൽ ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ നമുക്ക് നമ്മുടെ ഫോട്ടോസിനെ നമുക്ക് വേറൊരു ബാക്ക്ഗ്രൗണ്ട് കൊടുക്കണമെങ്കിൽ അങ്ങനെയും കൊടുക്കാം. ഒരുപാട് സംഭവങ്ങൾ ഇതിലുണ്ട്. പിന്നെ ബാക്ക്ഗ്രൗണ്ട് റിമൂവർ, വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഏതെങ്കിലും ഒരു ബാക്ക്ഗ്രൗണ്ട് മാറ്റണമെന്നുണ്ടെങ്കിൽ അത് മാറ്റി കൊടുക്കാം. അതുപോലെ നമ്മുടെ ഫോട്ടോസിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാൻ അത് കൊടുക്കാം. അതുപോലെ സിനിമാസ്റ്റിക് ഇമേജുകൾ ക്രിയേറ്റ് ചെയ്യാം. ഇതൊക്കെ ഈ ഒരു വെബ്സൈറ്റിൽ നമുക്ക് എന്ത് ചെയ്യാം,
നമുക്ക് ചെയ്യാവുന്നതാണ് ഗൈസ്. നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എല്ലാം നല്ലൊരു ടൂൾ തന്നെയാണ് എന്ന് പറയാം ഇതിൽ. അപ്പോൾ ഇതിൽ നമ്മുടെ ഫോട്ടോസിൽ വാട്ടർമാർക്ക് ഉണ്ടെങ്കിൽ ആ വാട്ടർമാർക്കിനെ നമുക്ക് റിമൂവ് ചെയ്യാൻ ആപ്പുകളൊക്കെ ഉണ്ട്. ജസ്റ്റ് ആപ്പിൽ നമ്മുടെ ഫോട്ടോസ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക, വാട്ടർമാർക്ക് റിമൂവ് ചെയ്യുക. ഇപ്പോൾ കറക്റ്റ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഞാനൊന്നും കൂടി വലുതാക്കി തരാം. കറക്റ്റ് ഇവിടെ ഒരു ഡോഗ് ഉണ്ട്, ഇവിടെ ഒരു കുട്ടിയുണ്ട്, ഒരു മരം. കറക്റ്റ് നമ്മുടെ ആ സ്കെച്ച് ഫോട്ടോസിന് വളരെ മനോഹരമായി കളേഴ്സിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്രത്യേകത ഈ ഒരു ഫോട്ടോസ് ആയിരുന്നത് അതിനെ റിയലിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഇങ്ങനെയാണ് ഈ ഒരു വീഡിയോയിലുണ്ട് ട്യൂട്ടോറിയലായിട്ട്. അപ്പോൾ ഇനി അടുത്ത വീഡിയോ വെച്ച് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ചാനൽ ഇഷ്ടപ്പെടാൻ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ മറക്കാനും അടിക്കാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ഗുഡ് ബൈ.